ഡൽഹി മദ്യനയ അഴിമതിയിൽ ഇഡി നോട്ടീസിന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മറുപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണ് എന്നും മാർച്ച് 12-ന് ശേഷം തീയതി നൽകിയാൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരാകാമെന്നും കെജ്രിവാൾ ഇഡിയെ അറിയിച്ചു. അതിനിടെ ജൂൺ 15-നകം ദേശീയ ആസ്ഥാനം ഒഴിയണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി. സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുമെന്ന് ഡൽഹി സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മദ്യനയ അഴിമതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ 8ാമത്തെ നോട്ടീസിന് മറുപടിയായാണ് മാർച്ച് 12-ന് ശേഷമുള്ള ഏതെങ്കിലും ദിവസം ചോദ്യം ചെയ്യലിന് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാനെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡി അറിയിച്ചത്. ഇഡിയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടി സ്വീകരിക്കുന്നത്. തുടർച്ചയായ ഇഡി നോട്ടീസുകൾ തള്ളിക്കളഞ്ഞ കെജ്രിവാളിന്റെ നടപടിക്കെതിരെ ഇഡി നൽകിയ ഹർജി റോസ് അവന്യൂ കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെ ജൂൺ 15-നകം ദേശീയ ആസ്ഥാനം ഒഴിയണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി. ഡൽഹി ഹൈക്കോടതി അനുവദിച്ച സ്ഥലത്താണ് AAP ഓഫീസ് എന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാണ് ജൂൺ 15 വരെ സുപ്രീം കോടതി സാവകാശം അനുവദിച്ചത്. പുതിയ ഓഫീസിനായുള്ള ഭൂമിക്കായി ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിനെ സമീപിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. 4 ആഴ്ചയ്ക്കുള്ളിൽ പാർട്ടിയുടെ അപേക്ഷ പരിഗണിക്കണമെന്നും നിശ്ചിത സമയത്തിനകം തീരുമാനം അറിയിക്കാനും വകുപ്പിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹി ബജറ്റിലൂടെ രാമരാജ്യ ആശയങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനാണ് ഡൽഹി സർക്കാർ ശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി അതിഷി പറഞ്ഞു. പ്രതിമാസം വനിതകൾക്ക് 1000 രൂപ നൽകുന്ന മുഖ്യമന്ത്രി മഹിളാ സമാൻ യോജനയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.